നെക്സ്റ്റ് ടോപ്പിക്കാണ് മോഡൽ വ്യൂ കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഫീച്ചേഴ്സ് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സ്വിങ്ങിൽ MVC. ഓക്കെ, അപ്പോൾ MVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിങ് യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറാണ് MVC ആർക്കിടെക്ചർ. ഓക്കെ, നമ്മുടെ കമ്പോണൻസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ MVC ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. സ്വിങ് യൂസസ് MVC ആർക്കിടെക്ചർ ആസ് ഫണ്ടമെൻ്റൽ ഡിസൈൻ ബിഹൈൻഡ് ഈച്ച് കമ്പോണൻസ്. ഓരോ കമ്പോണൻറ്റും ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചറാണ് സ്വിങ്ങിൽ MVC എന്ന് പറയുന്ന ആർക്കിടെക്ചർ. ഓക്കെ, ഇവിടെ നമ്മൾ കമ്പോണൻസിനെ 3 എലമെൻറ്റ്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആര്? MVC. സോ MVC 3 എലമെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് മോഡൽ, ഒന്ന് വ്യൂ, ഒന്ന് കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഓരോ എലമെൻറ്റിനും ഓരോ റോൾ ഉണ്ടാവും. ഓക്കെ, മോഡലിന് ഒരു റോൾ ഉണ്ടാവും, വ്യൂവിന് ഒരു റോൾ ഉണ്ടാവും, കൺട്രോളറിന് വേറൊരു റോൾ ഉണ്ടാവും. സോ ഇതെന്താണ്? ഇതൊരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണ്. ഒരു യൂസർ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണ്, ഒരു വെൽ നോൺ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണ് മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ MVCയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷന് സെപ്പറേറ്റ് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്നു അല്ലേ? സോ അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നിങ്ങൾ കോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കോൾ പോകുന്നു, നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ മെസ്സേജ് സെൻഡ് ആവുന്നു, അത് റീഡ് ചെയ്തതായിട്ട് കാണിക്കുന്നു അല്ലേ? 2 ബ്ലൂ ടിക്ക് കാണിക്കുമ്പോൾ റീഡ് ചെയ്തു എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കുറേ കോഡുകളുണ്ട് അല്ലേ? അപ്പോൾ ആ ഇൻറ്റേർണലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കോഡ് വെച്ചിട്ട്. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഈ മോഡൽ വ്യൂ ആർക്കിടെക്ചറിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്? ഇൻറ്റേർണൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെ, ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ എന്താണ്? സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരിൽ നിന്നും? യൂസറിൽ നിന്നും. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ വ്യൂ കൺട്രോളർ ആദ്യം യൂസ് ചെയ്തത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, ഡെസ്ക്ടോപ്പിലെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അതെന്തായി? വെബ് ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, initially MVC was designed for desktop GUI applications, but it is quickly become an extremely popular pattern for designing web applications. ഓക്കെ, ഞാൻ പറഞ്ഞു MVCക്ക് 3 കമ്പോണൻസ് ഉണ്ട് പറഞ്ഞു അല്ലേ? 3 എലമെൻറ്റ്സ് ആക്കിയിട്ടുണ്ട്. ഒന്ന് മോഡൽ, ഒന്ന് വ്യൂ, ഒന്ന് കൺട്രോളർ. ആ പേരിൽ തന്നെ ഉണ്ട്, മോഡൽ വ്യൂ കൺട്രോളർ. സോ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഡാറ്റ മാനേജ് ചെയ്യുക, അതിൻ്റെ റൂൾസ്, ലോജിക് ആൻഡ് റൂൾസ് ഒക്കെ നോക്കുക. അതാണ് മോഡൽ ചെയ്യുന്നത്. വ്യൂ ചെയ്യുന്നത് ഡാറ്റ ആർക്ക് പ്രസൻറ്റ് ചെയ്യുന്നു? യൂസറിന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് വ്യൂ. ദെൻ കൺട്രോളർ ചെയ്യുന്നത് എന്താണ്? നമുക്ക്, അതായത് യൂസറിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ടിനെ ഒരു കമാൻഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് മോഡലിനോ അല്ലെങ്കിൽ വ്യൂവിനോ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ കൺട്രോളർ ചെയ്യുന്നത് ഇൻപുട്ട് എടുക്കുന്നു, കമാൻഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് മോഡലിനോ വ്യൂവിനോ പാസ് ചെയ്യുന്നു. ഈ മോഡൽ എന്ത് ചെയ്യും? ആ ഡാറ്റ എന്ത് ചെയ്യും? മാനേജ് ചെയ്യും, ലോജിക് ആൻഡ് റൂൾസ് ഒക്കെ നോക്കുന്നു. വ്യൂ എന്ത് ചെയ്യുന്നു? ഡാറ്റ ആർക്ക് പ്രസൻറ്റ് ചെയ്യുന്നു? യൂസർക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ATMൽ പോയിട്ട് നിങ്ങൾ ക്യാഷ് എടുക്കാൻ പോയി കേട്ടോ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കണം. സോ യൂസർ പിൻ നമ്പർ അടിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ആര് ചെയ്യും? കൺട്രോളർ എന്ത് ചെയ്യും? യൂസറിൽ നിന്നും വരുന്ന ആ ഇൻപുട്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ട് കമാൻഡ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അത് മോഡലിനോ അല്ലെങ്കിൽ വ്യൂവിനോ കൊടുക്കും. ഓക്കെ, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്പോസ് അത് മോഡലിന് കൊടുത്തു, മോഡൽ എന്ത് ചെയ്യും? അതിനെ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ പിൻ നമ്പർ അടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ വേറൊരു സ്ക്രീനാണ് നമുക്ക് കാണുക അല്ലേ? സോ വ്യൂ എന്ത് ചെയ്യും? ഒരു പുതിയ സ്ക്രീൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യും? യൂസറിന് പ്രൊവൈഡ് ചെയ്യും. അതാണ് മോഡൽ വ്യൂ കൺട്രോളർ. സോ